നേരിമംഗലം റാണിക്കല്ലിലും കല്ലാർകുട്ടി പാലത്തിനും സമീപം മരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡരികിൽ നിന്ന മരം കടപുഴകി റോഡിലേക്ക് വീഴുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കനത്ത മഴയെ തുടർന്നാണ് നേരിമംഗലം റാണിക്കല്ലിലും കല്ലാർകുട്ടി പാലത്തിനും സമീപം മരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. റോഡരികിൽ നിന്ന മരമാണ് ഇത്തരത്തിൽ കടപുഴകി റോഡിലേക്ക് വീണത്. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, ഈ മരം എടുത്തു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരങ്ങളാണ് ലഭിച്ചത്. നിലവിലെ സാഹചര്യം എങ്ങനെ? നേരിമംഗലം റാണിക്കല്ലിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. റോഡരികിൽ നിന്ന മരമാണ് കടപുഴകി റോഡിലേക്ക് വീണത്. നിരവധി വാഹനങ്ങൾ അതനുസരിച്ച് പ്രധാനപ്പെട്ട ഒരു പാതയായതുകൊണ്ട് തന്നെ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അടിമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. നമുക്ക് അതുപോലെ തന്നെ രാത്രി തന്നെ വേറെ വിവിധ ഭാഗങ്ങളിൽ കല്ലാർകുട്ടി പാലത്തിന് താഴെ മരം കടപുഴകി വീണിരുന്നു. അങ്ങനെ അവിടെയും ഫയർഫോഴ്സ് എത്തി ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സ്ഥലങ്ങളിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും അതുപോലെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കനത്ത ജാഗ്രതയിലാണ് ഈ ജില്ലാ ഭരണകൂടം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആര്യ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.